എവരിബഡി, ഞാൻ റീസ സക്കറിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു. ചിക്കൻ ബിരിയാണിയും ഫിഷ് ബിരിയാണിയും ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഇതിന് ചിക്കൻ പുലാവ് എന്ന് പറയും. ഇത് ഞാൻ പാചകം ചെയ്യാൻ പഠിച്ചത് 1981 പാചകം ചെയ്യാൻ പഠിച്ചതിൻ്റെ പിറകിലൊരു സ്റ്റോറിയുണ്ട്. അത് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് പറയാം. ഇതിനുള്ള ചേരുവകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ 250 ഗ്രാം ചിക്കൻ. ഇത് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാനൊരു 25% ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഞാൻ ബിരിയാണിയിലിടുന്നത്. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇത് ഫ്രൈ ചെയ്തതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നു. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബാക്കി എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. ഇത് 750 ഗ്രാം ബാസ്മതി റൈസ്. നമുക്ക് എന്ത് ബാസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസാന ബാസ്മതി റൈസ്. ഇത് ഞാൻ 2 മണിക്കൂർ സോക്ക് ചെയ്തു. സോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചോറിൻ്റെ വലിപ്പം കുറച്ച് നീളം കൂടുതൽ വരും. ഇത് ഞാൻ ഒരു 300 ഗ്രാം സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് ഞാൻ അരച്ചാണ് ബിരിയാണിയിൽ ഉപയോഗിക്കുന്നത്. ഇത് 300 ഗ്രാം ടൊമാറ്റോ, ഇത് ഞാൻ അരച്ചുപയോഗിക്കും. ഇത് 1 പിടി മല്ലിയില, ഇത് 1 പിടി പുതിന ഇല, ഇതെല്ലാം ഞാൻ അരച്ചാണ് ഉപയോഗിക്കുന്നത്. ഇത് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 3 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്, 1 ചെറുനാരങ്ങ. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഞാൻ പകുതി ഓയിൽ ഒഴിക്കുന്നുള്ളൂ. പകുതി ഓയിലും കൊണ്ട് പകുതി ഓയിലും കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്യാം. അപ്പം ഞാൻ ഈ 1981 ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചെന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് ഞാൻ പഠിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് 1981 എൻ്റെ ഇൻലോസിൻ്റെ അടുത്ത് പോണ്ടിച്ചേരി ചെന്നു. അപ്പോൾ എൻ്റെ മദറിലോ എന്നോട് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞു. ആക്ച്വലി എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ അറിയില്ലെന്ന് പറയാൻ എൻ്റെ പ്രിസ്റ്റീജ് അനുവദിച്ചില്ല. അപ്പോൾ ഞാൻ മദറിലോയോട് പറഞ്ഞു, ഇനി ഒരു ദിവസം ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് മുങ്ങി. ഞാനന്ന് ഡൽഹിയിൽ പോസ്റ്റഡാണ്. ഡൽഹിയിൽ എൻ്റെ സിസ്റ്ററിലോയും ഉണ്ട്. അപ്പം ഞാൻ ഡൽഹിയിൽ ചെന്ന് എൻ്റെ സിസ്റ്ററിലോയുടെ അടുത്തുനിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചു. അതിനുശേഷം ഓൾമോസ്റ്റ് ഓൾ നോർത്ത് ഇന്ത്യൻ ആഹാരം ഉണ്ടാക്കാനും ഞാൻ പഠിച്ചു. ഓഫ്കോഴ്സ് മലയാളികളുടെ എല്ലാ ആഹാരവും, കേരളത്തിലെ എല്ലാ ആഹാരവും ഉണ്ടാക്കി എനിക്കറിയാം. പക്ഷേ നോർത്ത് ഇന്ത്യൻ ആഹാരം അറിയത്തില്ലായിരുന്നു. ഇപ്പം 46 വർഷമായിട്ട് ഞാൻ കേരളത്തിന് വെളിയിൽ താമസിക്കുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് ഓൾ സ്റ്റേറ്റിലെ ആഹാരം ഉണ്ടാക്കാൻ എനിക്കറിയാം. അപ്പോൾ ഇത് ചൂടായെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്ന് നോക്കാം. ആയി. ഇത് ഈ ചെറുതായിട്ട് ഫ്രൈ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ 2 പ്രാവശ്യം ചിക്കൻ പുലാവ് ഉണ്ടാക്കിയപ്പോൾ ആ ചിക്കണിൻ്റെ പീസസ് എല്ലാം ആ ചോറിലേക്ക് വെന്ത് അങ്ങ് അലിഞ്ഞു പോയി. മുഴുവൻ പോയില്ല, പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് ഹാഫ്. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് പുലാവ് ഉണ്ടാക്കി കൂടുന്നില്ലെന്ന്. അപ്പോൾ തുടങ്ങി ഞാൻ ഓൾമോസ്റ്റ് 1 ഇയറായി ഞാനിപ്പോൾ ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ടാണ് ഇപ്പം പുലാവ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഒരിക്കലും ചോറിൻ്റെ അകത്തോട്ട് അത് അലിഞ്ഞു ചേർന്നിട്ടില്ല. നമുക്കൊരു 3 മിനിറ്റ് 2 സൈഡും 6 മിനിറ്റ് ടോട്ടൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ടോട്ടൽ 6 മിനിറ്റായി. നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് എടുക്കാം. ഈ ചിക്കൻ്റെ അകത്തുനിന്നും ഒരു സ്വല്പം ഓയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ഒരു സ്വല്പം പോലും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി
ഇനി നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം ഇങ്ങനെ വെക്കാം. ഓൾറെഡി ചിക്കൻ്റെ ഓയിൽ എണ്ണ ഇറങ്ങിയത് കൊണ്ട് കുറച്ചെണ്ണ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ കിട്ടി. ഞാൻ ആ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിലും കൂടെ ഇങ്ങ് ഒഴിക്കുന്നു. ഇത് കൂടാതെ ഇതിൻ്റെ പകുതിയോ ഞാൻ ഒഴിക്കുന്നുള്ളൂ, കാരണം അല്ലേ ഒത്തിരി കലോറിയായി പോകും. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഉള്ളി അരച്ച് വെച്ചിട്ടിടുന്നു. ഒപ്പം തന്നെ ഇഞ്ചി ഇടുന്നു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇത് നമുക്ക് കുറേ നേരം ഇളക്കണം. ഇളക്കി ഇത് എണ്ണ തെളിയുന്നത് വരെ നമുക്ക് ഇളക്കണം. ഈ എണ്ണ തെളിയുന്നതിന് വേണ്ടി ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 12 മിനിറ്റ് ഇളക്കി. 12 മിനിറ്റ് ആയപ്പോഴാണ് ഇതിൻ്റെ അകത്ത് എണ്ണ തെളിഞ്ഞു വന്നത്, നിങ്ങൾക്ക് കാണാം. ഇനി ഞാനിത് സിമ്മിൽ വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ് ഞാൻ ഒരു 1/2 സ്പൂൺ ബാക്കി വെച്ചിട്ടേ ഇടുന്നുള്ളൂ. 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ബാക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്കിത് ഇളക്കുക. ഇതിൻ്റെ മസാലയുടെ റോ സ്മെല്ല് പോയി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇടുന്നു. ഇപ്പോൾ 2-3 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ തക്കാളിയുടെ റോ സ്മെല്ലെല്ലാം പോയി. അപ്പം ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന പുതിനയും മല്ലിയെല്ലാം കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നു. ഈ തക്കാളി അരച്ചതിൻ്റെ ഗ്രേവിയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇട്ട മല്ലിയിലയുടെയൊക്കെ ഗ്രേവിയും കൂടെ ഓൾമോസ്റ്റ് ഇതിൻ്റെ അകത്ത് 1.5 ഗ്ലാസ് വെള്ളമയമുണ്ട്. അതുകൊണ്ട് നമ്മൾ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളത്തിന് പകരം നമ്മൾ 5 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കൊന്ന് ഒഴിച്ച് നോക്കാം. ഞാനിവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഓഫ് ചെയ്യുന്നു. 1 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് വെള്ളം, 3 ഗ്ലാസ്, ഓൾമോസ്റ്റ് 4 ഗ്ലാസ്. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ചിക്കൻ്റെ പീസസ് എല്ലാം പെറുക്കിയിടുന്നു. നമ്മുടെ ഈ ഗ്രേവി നല്ലപോലെ തിളച്ചു. ചിക്കൻ നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ടിടാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കുന്നു. നാരങ്ങ ജ്യൂസ് ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിയിടണം. ഉള്ളി അരിയുമ്പോൾ നിങ്ങൾ മിക്കവാറും ആൾക്കാരൊക്കെ കരയാറുണ്ടെന്ന് എനിക്കറിയാം. അതായത് കണ്ണിക്കൂടെ കണ്ണുനീര് പോകും. ഉള്ളി അരിയാൻ ബുദ്ധിമുട്ടുള്ള പലരെ എനിക്കറിയാം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഉള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം, ഉള്ളിന്ന് ഞാൻ പറയുന്നത് സവോളയുടെ തൊലി കളഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ അത് ഫ്രീസറിലൊരു 10 മിനിറ്റ് വെക്കുക, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾ സവോള ഐസ് കോൾഡ് വെള്ളം കൊണ്ട് കഴുകുക. ഇതിന് കാരണം നമ്മൾ സവോള കട്ട് ചെയ്യുമ്പം അതിലെ ഒരു കെമിക്കൽ നമ്മുടെ ലാക്രിമിയൽ ഗ്ലാൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ലാക്രിമിയൽ ഗ്ലാൻസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുനീര് പുറപ്പെടുവിക്കുന്ന ഒരു ഗ്ലാൻഡ്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ സവോള കട്ട് ചെയ്യുമ്പം കരയുന്നത്, അതായത് കണ്ണുനീര് വരുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് അരിയിടാം. ഇത് 2 മണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണ്. എൻ്റെ സിസ്റ്ററിലോ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പം വെള്ളം അളന്നൊന്നും ചരിക്കാറില്ല. അവർ പറയുമായിരുന്നു, നമ്മൾ അരിയും ചിക്കണും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അറൗണ്ട് 2 ഇഞ്ച്, അരിയുടെ അറൗണ്ട് 2 ഇഞ്ച് മുകളിൽ വെള്ളം കാണണമെന്ന്, അതായത് ഗ്രേവി കാണണമെന്ന്. ഇത് ഏകദേശം 2 ഇഞ്ച് തന്നെയുണ്ട്. അതുകൊണ്ട് ഐ ക്യാൻ ഫീൽ ദ റൈസ്. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതായത് ഞാൻ വെള്ളം ചേർത്തത് 3 ഗ്ലാസ് അരിക്ക് ഞാൻ വെള്ളം ചേർത്തത് 4 ഗ്ലാസ് വെള്ളവും ബാക്കി ആ ടൊമാറ്റോയുടെ ഗ്രേവിയും ഗ്രീൻസ് അരച്ചതിൻ്റെ ഗ്രേവിയുമാണ്. അപ്പം ഞാൻ ഇത് മൂടി വെക്കുന്നു. മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ
ഒരു 5 മിനിറ്റ് വെക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലൊരു ചെറിയ തവ വെക്കാം. തവ വെച്ചു. ഡയറക്റ്റായിട്ട് ചൂട് ഈ പാത്രത്തിലേക്ക് വരുന്നതിന് പകരം ഞാനൊരു തവ വെച്ചു. ഇനി ആ തവയിലെ ചൂടും കൊണ്ട് ഈ ബിരിയാണി വെന്തോളും. ഇതിൻ്റെ പുറത്ത് ഞാനൊരു ചെറിയ വെയിറ്റും വെക്കുന്നു. എന്നിട്ട് ഈ പാത്രം ഞാനൊന്ന് സീൽ ചെയ്യുന്നു. ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് ഗോതമ്പ് പൊടിയാണ്. നമുക്കിവിടെ ചിരട്ട കത്തിക്കാനുള്ള ഫെസിലിറ്റി ഇല്ല. ചിരട്ട കത്തിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഈ പാത്രത്തിന് മുകളിൽ കുറച്ച് ചിരട്ടയുടെ കനലിട്ടാൽ മതി. സമയം നോക്കുക. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പക്ഷേ ഓഫ് ചെയ്ത് അപ്പം തന്നെ തുറക്കരുത്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞ് നമുക്കത് തുറക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പുലാവ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം അധികവും ഇല്ല, കുറവുമില്ല, അടിയിൽ പിടിച്ചിട്ടില്ല. കാരണം നമ്മൾ ഡയറക്റ്റ് അടുപ്പിൽ വെക്കാതെ കുറച്ച് നേരം ഈ പാനിൻ്റെ മുകളിൽ വെച്ച് വേവിച്ചത് കൊണ്ട് ചിക്കനൊന്നും വെന്ത് വിട്ടുപോയിട്ടില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ പുലാവ് റെഡി ആയിരിക്കുന്നു. അല്പം പോലും വെന്ത് പോയിട്ടുമില്ല, എന്നാൽ കറക്റ്റായിട്ട് വെന്തിട്ടുമുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് റൈത്തയാണ്. അതായത് തൈരിൻ്റെ അകത്ത് സവോളയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിയില ഇട്ടിരിക്കുന്നു. നാട്ടിൽ നമ്മൾ ഇതിന് കോമ്പിനേഷനായിട്ട് ചള്ളാസ് എന്ന് പറഞ്ഞ് ഒരു കറി ഉണ്ടാക്കും. അതായത് സവോള അരിഞ്ഞ് അതിൽ പച്ചമുളകും ഒരു സ്വല്പം ഇഞ്ചിയും കരിവേപ്പില ഉപ്പ് എല്ലാം കൂടി ഇട്ട് ഞെരടിയിട്ട് അതിൻ്റെ അകത്തൊരു സ്വല്പം വിനീഗർ ആയിരിക്കും. ഇതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് പപ്പടവും അച്ചാറും വേണേലും ഉപയോഗിക്കാം. പക്ഷേ അച്ചാറിൻ്റെ അകത്ത് ഒത്തിരി ഉപ്പുണ്ട്, അതുപോലെ തന്നെ പപ്പടത്തിൻ്റെ അകത്ത് ഒത്തിരി ഉപ്പുണ്ട്. അതുകൊണ്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ റൈത്ത കൂട്ടി കഴിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.